നമസ്കാരം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൈറൈഡറിന്റെ എസ് വേരിയന്റ് ഹൈബ്രിഡിന്റെ ഫീച്ചർ പരിചയപ്പെടുത്താനാണ്. നമുക്കിന്റെ ഫീച്ചർ നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ DRL വിത്ത് ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് വരുന്നത്. അതിന്റെ തൊട്ട് താഴെ പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല, കാരണം ഇതിന്റെ പ്രൊജക്ടർ ലൈറ്റ് സെൻട്രലായതുകൊണ്ട് നമുക്ക് ഈ വണ്ടിക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു കാർബൺ ഫൈബറിന്റെ ഒരു പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ലോഗോ ഉണ്ട്. പിന്നെ നോർമലി നോക്കുകയാണെങ്കിൽ ട്രപ്പിസോഡ് ഗ്രില്ല്, ടൊയോട്ടയുടെ ട്രപ്പിസോഡ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് നോക്കാം. 4 വീലും ഡിസ്കാണ് വരുന്നത്. പിന്നെ ടയർ നോക്കുന്ന സമയത്ത് ഒരു 17 ഇഞ്ചിന്റെ ടയറാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് നോക്കാം. സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത്. ഇത് വിത്ത് ബോഡി കളറാണ് വരുന്നത്. സൈഡ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിലാണ് വരുന്നത്. പിന്നെ A പില്ലർ, C പില്ലർ കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലോട്ട് നോക്കാം. ബാക്കിലോട്ട് നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ മേളിൽ ഷാർപ്പിൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഹൈ മൗണ്ട് ലൈറ്റ് വരുന്നുണ്ട്. D4 വരുന്നുണ്ട്. പിന്നെ ടൊയോട്ടയുടെ ഒരു എംബ്ലോവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാജിങ് അർബൻ ക്രൂസർ ഹൈറൈഡറിൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ സെൻസറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കാം. ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ റൂഫ് ലാമ്പും കാര്യങ്ങളെല്ലാം മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് വരുമ്പോൾ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഹാം റെസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോൾഡറും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ISO ഫിക്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സൈഡിലോട്ട് നോക്കാം. ഡ്രൈവർ സൈഡിലോട്ട് നോക്കുമ്പോൾ കീലെസ് എൻട്രിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡോർ സൈഡ് വരുന്ന സമയത്ത് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറർ, ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇനി ബാക്കിലോട്ട് റിക്ലൈൻ ചെയ്താൽ പിന്നെ നമുക്കൊരു ഡിജിറ്റൽ പിന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് AC, പിന്നെ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓരോ മോഡ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് മോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ പാർക്കിംഗ് ബ്രേക്കാണ് നമുക്ക് വരുന്നത്. ഗ്ലൗ ബോക്സ് വരുമ്പോഴേക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഡുവൽ ഷെയ്ഡ് കളറാണ് ഉള്ളിൽ വരുന്നത്. പിന്നെ നമുക്ക്